നമസ്കാരം, ഞാൻ സന്ധ്യ രഘുകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. പ്രതിഷേധം കടുപ്പിച്ച്. മെഡിക്കൽ കോഴ വിവാദത്തിൽ കലങ്ങി ലോക്സഭയുടെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധം. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള കേരള എംപിമാരുടെ ആവശ്യം സ്പീക്കർ തള്ളിയതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം. കേരള എംപിമാരുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി കേന്ദ്രമന്ത്രി JP നദ്ദ. വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും ആവശ്യം. അഴിമതി ആരോപണം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കങ്ങൾക്ക് തിരിച്ചടിയെന്ന് വിലയിരുത്തൽ. പാർട്ടി സംസ്ഥാന നേതാക്കളുടെ പ്രവർത്തനം അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച മോദിയുടെ നയങ്ങൾക്ക് വിരുദ്ധമെന്നും ആക്ഷേപം. കേരളത്തിലെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച് BJP സംസ്ഥാന ഘടകത്തിന് നേരെ കടുത്ത നീരസവുമായി അമിത്ഷാ. ആരോപണ വിധേയർ ചെയ്തത് മാപ്പർഹിക്കാത്ത കുറ്റമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ. കോഴയിൽ കരിഞ്ഞ് താമര. മെഡിക്കൽ കോഴ വിവാദത്തിൽ ആരോപണ വിധേയനെ പുറത്താക്കിയ സംസ്ഥാന ഘടകത്തിന്റെ നടപടിക്ക് പിന്നാലെ നേതാക്കൾക്കെതിരെ സമഗ്ര അന്വേഷണം നടത്താൻ BJP കേന്ദ്ര നേതൃത്വം കേരളത്തിലേക്ക്. നീക്കം നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. കുറ്റക്കാരെന്ന് കണ്ടാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര നേതൃത്വം. കോഴ ആരോപണത്തിൽ അമിത്ഷായ്ക്ക് കത്ത് നൽകി MT രമേശ്. ചില നേതാക്കൾ തന്നെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. മെഡിക്കൽ കോഴ റിപ്പോർട്ട് ചോർന്നതിൽ സംസ്ഥാന ഘടകത്തിൽ ചേരിപ്പോര് രൂക്ഷമായിരിക്കവേ നാളത്തെ സംസ്ഥാന നേതൃയോഗം ശബ്ദായമാനമാകും. ഭാരവാഹി യോഗത്തിൽ MT രമേശ് അന്വേഷണം ആവശ്യപ്പെടുമെന്നും സൂചന. കോടികളുടെ കോഴ ആരോപണത്തിന് വിധേയനായ RS വിനോദിനെ പാർട്ടി പുറത്താക്കിയതിന് പിന്നാലെ BJP നേതാക്കൾക്കെതിരെ പ്രഖ്യാപിച്ച വിജിലൻസ് അന്വേഷണം തുടങ്ങിയെന്ന് ലോക്നാഥ് ബെഹ്റ. ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കുമെന്നും വിജിലൻസ് ഡയറക്ടർ. വഴിതിരിയുന്ന അന്വേഷണം. നടിയെ ആക്രമിച്ച കേസിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണത്തിന് തിരിച്ചടി. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചെന്ന് പ്രതീഷ് ചാക്കോ. പൾസർ സുനി നൽകിയ മൊബൈൽ ഇല്ലാതാക്കിയത് ജൂനിയറായ രാജു ജോസഫിന് കൈമാറി. ഫോൺ കത്തിച്ചു കളഞ്ഞതായും പോലീസിന് നൽകിയ മൊഴിയിൽ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ. അഭിഭാഷകന്റെ മൊഴി കേസിൽ വഴിത്തിരിവായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തുന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യലിന് ശേഷം രാത്രിയോടെ വിട്ടയച്ചത് സ്റ്റേഷൻ ജാമ്യത്തിൽ. കേസിൽ പ്രതികൾക്കെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചെന്നും അന്വേഷണം നടക്കുന്നതിനാൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും DGP ബെഹ്റ. അതേസമയം കേസിൽ പ്രതീഷ് ചാക്കോയ്ക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ ഒരുങ്ങി അന്വേഷണ സംഘം. പുതിയ നീക്കം സുപ്രധാന തെളിവായ മൊബൈൽ നശിപ്പിച്ചതിനും അതിന് കൂട്ടുനിന്നതിനും. അതിനിടെ പൾസർ സുനിയുടെ പക്കൽ കൂടുതൽ ദൃശ്യങ്ങളുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം. മാറ്റത്തിന്റെ ധൻധന. ടെലികോം രംഗത്ത് മറ്റു കമ്പനികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടി വീണ്ടും റിലയൻസ് ജിയോയുടെ ഓഫർ പ്രഖ്യാപനം. ഇന്ത്യയിലെ 22 ഭാഷകൾ പിന്തുണയ്ക്കുമെന്ന് അവകാശപ്പെടുന്ന ഫോണിൽ സൗജന്യ വോയിസ് കോളുകൾ പരിധിയില്ലാതെ ലഭ്യമാക്കുമെന്ന് വാഗ്ദാനം. രാജ്യത്തെ 50 കോടി ഫീച്ചർ ഫോൺ ഉപഭോക്താക്കളുടെ ജീവിതത്തിൽ ജിയോ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ മുകേഷ് അംബാനി. 153 രൂപ പ്രതിമാസ നിരക്കുള്ള ധൻധന ഓഫറിൽ പരിധിയില്ലാത്ത ഡാറ്റയ്ക്കൊപ്പം വോയിസ് കോളുകളും SMS-ഉം സൗജന്യം. സൗജന്യ ഫോൺ ബുക്കിംഗ് അടുത്ത മാസം 24 തുടങ്ങുമെന്നും തിരികെ നൽകുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ഉപയോക്താക്കൾ 1500 രൂപ നൽകണമെന്നും മുകേഷ് അംബാനി. കമ്പനി ലക്ഷ്യമിടുന്നത് ഓരോ ആഴ്ചയിലും 50 ലക്ഷം ഫോണുകൾ നിർമ്മിക്കാനെന്നും വിശദീകരണം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.